ഇപ്പോൾ 10th റീസെൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടീച്ചേഴ്സ്, ഈ അക്കാദമിക് ഇയറിലുള്ള ടീച്ചേഴ്സൊക്കെ അവരെ 10th എങ്ങനെയാണ് കവറപ്പ് ചെയ്തത്, എങ്ങനെയാണ് ഞങ്ങൾ സിലബസ് പ്രിപ്പയർ ചെയ്തതെന്നൊക്കെ പറയുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ 10th പഠിക്കുമ്പോൾ രാവിലെയും വൈകുന്നേരവും രാത്രിയൊക്കെ പഠിക്കുമായിരുന്നു. പിന്നെ ഞാൻ രാവിലെ ഒരു 4 o'clock ആക്കുമ്പോൾ എണീക്കും. അപ്പോൾ പിന്നെന്ന് വെച്ചാൽ ഫസ്റ്റ് രാവിലെ എല്ലാവർക്കും കൂടെ കോഫി ഞാൻ തന്നെയായിരുന്നു പ്രിപ്പയർ ചെയ്യുക. അത് പപ്പയ്ക്ക് നിർബന്ധമായിരുന്നു അല്ലേ? അതെ. പിന്നെന്ന് വെച്ചാൽ മമ്മി ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വിളിക്കും, ഒരു 4 o'clock ആകുമ്പോൾ വിളിക്കും. പിന്നെ ഒരു 5 ആകുമ്പോഴേക്കും ഞാൻ ഫസ്റ്റ് കോഫി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുക. നീ തന്നെ ചിരിച്ചിട്ട് നീ അത് വയ്ക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ അതിനുശേഷം ഫുള്ള് പഠിക്കുകയായിരുന്നു. എന്നോട് ആരും പഠിക്കാൻ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഇംഗ്ലീഷ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷിനൊരു ടൈം കുറവായിരുന്നു സ്പെൻഡ് ചെയ്യല്. ലാംഗ്വേജിന് പക്ഷേ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്താലേ മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ മമ്മി വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിലായിട്ടുണ്ടാവും. ക്ലീനിങ് ചെറിയ രീതിയിലുള്ള അടിച്ചുവാരലും അങ്ങനത്തെ എല്ലാം ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്താ പറയുക, ലഞ്ച് കുറച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ മമ്മി. വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിരുന്നു. ചിരിക്കുന്നത് ഇങ്ങനത്തെ കാണാൻ അവര് കാണൂലേ? അത് കട്ട് ചെയ്ത് കളയാം. പിന്നെ സ്കൂളിൽ പോയിട്ട് അത് അന്ന് പഠിപ്പിക്കുന്ന അന്ന് തന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു. ദെൻ ലേറ്റർ ഓൺ പിന്നെ ഈവനിങ് വന്നിട്ട് മമ്മീനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഈവനിങ് സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ മിറ്റം അടിക്കുമായിരുന്നു. മിറ്റം രാവിലെ അടിക്കും കേട്ടോ. പിന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുമായിരുന്നു അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നൊരു 5:30 മുതൽ പഠിക്കും. പിന്നെ രാത്രി ഒരു 12 o'clock അത്രയൊക്കെ ഇരുന്ന് പഠിക്കും. പഠിക്കുന്ന കാര്യത്തിലെല്ലാം ശരിയാ. ഫുഡ് പ്രിപ്പയർ ചെയ്യായിരുന്നു, മുറ്റടിക്കായിരുന്നു, അതെല്ലാം വളരെ കറക്റ്റ്. തെറ്റാൻ നിനക്കാരെ നീ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുക.